Dear students, welcome to Learner's World. In this video, I'm going to talk about expected university 3-mark questions. Fundamentals of Film Studies, FUGP Semester 5, BA English Language and Literature, Calicut University. ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന 3 മാർക്കിനുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് തന്നെ വരണമെന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. വാട്ട് ഈസ് mise-en-scene? Mise-en-scene refers to everything visible within a film frame, including the setting, costumes, lighting, makeup, props, and the actors' movements. It helps create the mood and meaning of a scene. mise-en-scene എന്ന് പറയുന്നത് ഒരു സിനിമ ഫ്രെയിമിനുള്ളിൽ കാണുന്ന എല്ലാ ഘടകങ്ങളെയാണ്. അതിൽ സെറ്റിംഗ് ഉണ്ടാവും, ലൈറ്റിങ്, മേക്കപ്പ്, ക്യാരക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. വാട്ട് ഈസ് സോഷ്യൽ റിയലിസം? Social realism is a film style that presents the lives of ordinary people and focuses on social issues such as poverty, inequality, caste discrimination, unemployment, and injustice. It uses realistic settings and natural performances. സോഷ്യൽ റിയലിസം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതവും ദാരിദ്ര്യം, അസമത്വം, ജാതി വിവേചനം, തൊഴിലില്ലായ്മ, സാമൂഹിക അനീതി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്ന സിനിമാ ശൈലിയാണ് സോഷ്യൽ റിയലിസം എന്ന് പറയുന്നത്. അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതായത് യഥാർത്ഥ പശ്ചാത്തലങ്ങളും സ്വാഭാവികമായിട്ടുള്ള അഭിനയമൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വാട്ട് ഈസ് മെയിൽ ഗേസ്? The male gaze is a concept introduced by Laura Mulvey. It explains that many films present women as objects of visual pleasure from a male point of view, while men are shown as active characters. ലോറ മൾവേ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് മെയിൽ ഗേസ്. പല സിനിമകളിലും സ്ത്രീകളെ പുരുഷൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒരു ദൃശ്യാനന്ദത്തിനുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് മെയിൽ ഗേസ് എന്ന് പറയുന്നത്. അതേസമയം പുരുഷന്മാരെ വളരെ ഹീറോ ആയിട്ട് ഒരു സിനിമയെ തന്നെ നിയന്ത്രിക്കുന്ന സജീവ കഥാപാത്രങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഹു ഡെവലപ്ഡ് മൊണ്ടാഷ് തിയറി? മൊണ്ടാഷ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ദ സോവിയറ്റ് ഫിലിം മേക്കർ സെർജി ഐസൻസ്റ്റൈൻ. I said that meaning is created by combining different shots through editing. സോവിയറ്റ് ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള സെർജി ഐസൻസ്റ്റൈൻ ആണ് മൊണ്ടാഷ് തിയറി വികസിപ്പിച്ചത്. വ്യത്യസ്ത ഷോട്ടുകൾ എഡിറ്റിങ്ങിലൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് പുതിയ അർത്ഥം സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. ഹു പ്രപ്പോസ്ഡ് ഓട്ടർ തിയറി? ഓട്ടർ തിയറി വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാങ്കോയിസ് ട്രൂഫോർട്ട് and later popularized by Andrew Saris. It considered the director as the main creative force behind a film. ഓട്ടർ തിയറി ഫ്രാൻസോ ട്രൂഫോ ആണ് ആദ്യം അവതരിപ്പിച്ചത്. പിന്നീട് ആൻഡ്രൂ സാരിസ് ജനപ്രിയമാക്കിയ ഒരു സിദ്ധാന്തം. സംവിധായകനാണ് സിനിമയുടെ പ്രധാന സൃഷ്ടിപരമായ ശക്തി എന്നാണ് ഈ ഒരു സിദ്ധാന്തം കണക്കിലാക്കുന്നത്. വാട്ട് ഈസ് ക്ലോസപ്പ് ഷോട്ട്? ക്ലോസപ്പ് ഷോട്ട് ഷോസ് എ സബ്ജക്റ്റ്, usually a person's face, from a very close distance. It highlights emotions, expressions and important details. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ മുഖം വളരെ അടുത്തായി ചിത്രീകരിക്കുന്ന ഷോട്ടാണ് ക്ലോസപ്പ് ഷോട്ട്. കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ്, മുഖഭാവങ്ങൾ, പ്രധാനപ്പെട്ട വിശദാംശങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ ലോങ് ഷോട്ട്? എ ലോങ് ഷോട്ട് ഷോസ് ദ എൻറ്റയർ ബോഡി ഓഫ് എ ക്യാരക്ടർ along with the surrounding environment. It helps establish the location and the relationship between the character and the setting. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ മുഴുവൻ ശരീരവും അതിനോടൊപ്പം ചുറ്റുപാടുകളും കാണിക്കുന്ന ഷോട്ടാണ് ലോങ് ഷോട്ട്. സ്ഥലവും കഥാപാത്രവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാനും രംഗത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവതരിപ്പിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് പാരലൽ എഡിറ്റിംഗ്? Parallel editing, also called cross-cutting, is an editing technique in which two or more actions happening at different places are shown alternately to create suspense or show a connection. അതായത് പാരലൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു മറ്റൊരു പേരാണ്
ക്രോസ് കട്ടിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം നടക്കുന്ന രണ്ടോ അതിലധികമോ പ്രവർത്തനങ്ങളെ മാറി മാറി കാണിക്കുന്ന എഡിറ്റിംഗ് രീതിയാണിത്. ഇത് സസ്പെൻസ് സൃഷ്ടിക്കാനും സംഭവങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കാണിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്? കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഈസ് ആൻ എഡിറ്റിംഗ് ടെക്നിക് ദാറ്റ് അറേഞ്ചസ് ഷോർട്സ് സ്മൂത്ത്ലി സോ ദാറ്റ് ദ ആക്ഷൻ അപ്പിയേഴ്സ് കണ്ടിന്യൂസ് ആൻഡ് നാച്ചുറൽ വിത്തൗട്ട് കൺഫ്യൂസിങ് ദ ഓഡിയൻസ്. അതായത് ഒരു രംഗത്തിലെ പ്രവർത്തനങ്ങൾ, ഒരു സീനിലെ പ്രവർത്തനങ്ങൾ തുടർച്ചയായും സ്വാഭാവികമായും തോന്നുന്ന തരത്തിൽ ഷോട്ടുകൾ ക്രമീകരിക്കുന്ന എഡിറ്റിംഗ് രീതിയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഇത് പ്രേക്ഷകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാതെ കഥ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഹു ഡയറക്റ്റഡ് സിനിമ പാരഡിസോ? സിനിമ പാരഡിസോ വാസ് ഡയറക്റ്റഡ് ബൈ ജുസപ്പ് ടോർണട്ടോർ ആൻഡ് റിലീസ്ഡ് ഇൻ 1988. ജുസപ്പ് ടോർണട്ടോർ ആണ് സിനിമ പാരഡിസോ സംവിധാനം ചെയ്തത്. 1988 ഇത് റിലീസാകുന്നത്. ഹു ഡയറക്റ്റഡ് മസാൻ? മസാൻ വാസ് ഡയറക്റ്റഡ് ബൈ നീരജ് ഗയാൻ ആൻഡ് റിലീസ്ഡ് ഇൻ 2015. നീരജ് ഗയാനാണ് മസാനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. 2015 റിലീസ് ചെയ്തിരിക്കുന്നത്. ഹു ഡയറക്റ്റഡ് ഐ ഡാനിയൽ ബ്ലേക്ക്? ആരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? ഐ ഡാനിയൽ ബ്ലേക്ക് വാസ് ഡയറക്റ്റഡ് ബൈ കെലോഷ് ആൻഡ് റിലീസ്ഡ് ഇൻ 2016. നെക്സ്റ്റ്, ഹു ഡയറക്റ്റഡ് ക്യാപ്പർനൗം? ക്യാപ്പർനൗം വാസ് ഡയറക്റ്റഡ് ബൈ നദീൽ നബാക്കി ആൻഡ് റിലീസ്ഡ് ഇൻ 2018. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ഫാൻഡ്രി? ഫാൻഡ്രിയുടെ പ്രധാന പ്രമേയം എന്താണ്? ദ മെയിൻ തീം ഓഫ് ഫാൻഡ്രി ഈസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡൻറ്റിറ്റി, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി. ജാതി വിവേചനം, ഐഡൻറ്റിറ്റി, സാമൂഹിക സമത്വം, അന്തസ്സിനായിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ടുള്ളതാണ് ഫാൻഡ്രിയുടെ പ്രധാന തീം. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് മസാൻ? ദ മെയിൻ തീം ഓഫ് മസാൻ ഈസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ലവ്, ലോ, സോഷ്യൽ സ്റ്റിഗ്മ ആൻഡ് ദ സെർച്ച് ഫോർ ഹോപ്പ് ആൻഡ് ഫ്രീഡം. മസാൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ജാതി വിവേചനം, പ്രണയം, നഷ്ടം, സാമൂഹിക അപമാനം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ക്യാപ്പർനൗം? ദ മെയിൻ തീം ഓഫ് ക്യാപ്പർനൗം ഈസ് ചൈൽഡ് നെഗ്ലെക്റ്റ്, പോവർട്ടി, മൈഗ്രേഷൻ, സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി. ക്യാപ്പർനൗമിൻ്റെ പ്രധാന പ്രമേയങ്ങൾ ചൈൽഡ് നെഗ്ലെക്റ്റ്, ശിശു അവഗണന, ദാരിദ്ര്യം, കുടിയേറ്റം, സാമൂഹിക അനീതി തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ഐ ഡാനിയൽ ബ്ലേക്ക്? ദ ഫിലിം ഫോക്കസ് ഓൺ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ബ്യൂറോക്രസി, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ദ ഡിഗ്നിറ്റി ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. ഈ സിനിമയിൽ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സാമൂഹിക സമത്വം, തൊഴിലാളി വർഗത്തിൻ്റെ അന്തസ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ മെയിൻ തീമായിട്ട് വരുന്നുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ആദാമിൻ്റെ വാരിയൽ? ദ ഫിലിം ഹൈലൈറ്റ്സ് വുമൻസ് ഓപ്പറേഷൻ, പാട്രിയാർക്കി, ജെൻഡർ ഇൻഇക്വാലിറ്റി ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. ഈ സിനിമ സ്ത്രീകളുടെ അടിച്ചമർത്തൽ, പുരുഷാധിപത്യം, ലിംഗസമത്വം, സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനൊക്കെയുള്ള പോരാട്ടം ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. വൈ ഈ സിനിമ പാരഡിസോ കോൾഡ് എ ലവ് ലെറ്റർ ടു സിനിമ? സിനിമ പാരഡിസോയെ എന്തുകൊണ്ടാണ് ലവ് ലെറ്റർ ടു സിനിമ എന്ന് വിളിക്കാനുള്ള കാരണം? സിനിമ പാരഡിസോ ഇസ് കോൾഡ് എ ലവ് ലെറ്റർ ടു സിനിമ ബിക്കോസ് ഇറ്റ് സെലിബ്രേറ്റ് ദ മാജിക് ഓഫ് മൂവീസ്, the theater experience, friendship, memories and emotional